യുഎസ് കോളേജിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചിട്ടുള്ളത് 10ലെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്, അല്ലെങ്കിൽ പ്രതിരോധങ്ങളുടെ ക്രമീകരണം സർക്യൂട്ടുകളിൽ എങ്ങനെയാണ്, അതായത് ഓരോ സർക്യൂട്ടിനും എങ്ങനെയാണ് റെസിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ ക്രമീകരിക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഈ രണ്ട് ഫിഗറുണ്ടോ, രണ്ട് ഫിഗർ നമുക്കുണ്ട്, ചിത്രം എയും ചിത്രം ബിയും. നോക്കി ഫസ്റ്റ് ഫിഗറിൽ നോക്കി ഇവിടെ എന്തുകൊണ്ട് രണ്ട് ബൾബുകളുണ്ട്, B1 B2 എന്ന് പറഞ്ഞ രണ്ട് ബൾബുകളുണ്ട്. രണ്ടിനും എന്താണ് 3 വാട്ട് ആണുള്ളത്, 6 വോൾട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിച്ചും ഉണ്ട്. ശരിയാണല്ലോ. ഫിഗർ ബി നോക്കി, ഇവിടെ രണ്ട് ബൾബുകളുണ്ട്, ഒരെണ്ണം 3 വോൾട്ട് വെച്ചിട്ടാണ്, 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്, എന്തുണ്ട് ഒരു സ്വിച്ചും ഉണ്ട്. രണ്ട് ഫിഗർ ശ്രദ്ധിച്ചല്ലോ. നോക്കി എന്തൊക്കെയാണ് രണ്ട് ഫിഗർ വന്നിട്ടുണ്ട്. എ ബി രണ്ടിലും എന്തുണ്ട്, രണ്ടിലും B1 B2 രണ്ട് ബൾബുകളുണ്ട്, രണ്ടിലും 3 വോൾട്ട് ആണ് ഓരോ ബൾബിന്റെയും പവർ, 6 വോൾട്ട് ഇതിന് ബാറ്ററി വയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ചും ഉണ്ട്. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഏത് ബൾബായിരിക്കും, ഇതിൽ ഈ രണ്ട് സർക്യൂട്ടിൽ ഏത് ബൾബുകളായിരിക്കും, അല്ലെങ്കിൽ അതായത് ഈ രണ്ട് സർക്യൂട്ടിൽ ഫസ്റ്റ് എ എന്ന് പറയുന്നതിലാണോ അതോ ബി എന്ന് പറയുന്ന സർക്യൂട്ടിലാണോ ബൾബുകൾ കൂടുതൽ പ്രകാശത്തോടെ കത്തുന്നത്, അതിൽ ഏറ്റവും നല്ല തീവ്രതയോടെ ഇഫക്റ്റീവ് നല്ല റെസിസ്റ്റൻസിലൂടെ പ്രകാശിക്കുന്ന ഏതായിരിക്കും? ചോദ്യം മനസ്സിലായോ? അതായത് ഈ പറഞ്ഞ രണ്ട് സർക്യൂട്ടുകൾ എ ബി എന്ന് പറഞ്ഞ രണ്ട് സർക്യൂട്ടുകളിൽ എയിലാണോ ബിയിലാണോ എന്ത് ബൾബ് നല്ലതായിട്ട് കത്തുന്നത്? എയിലാണോ ബിയിലായിരിക്കോ ബൾബ് നല്ല പ്രകാശിക്കുന്നത്? എയിലായിരിക്കോ ബിയിലായിരിക്കോ? ഏതിലായിരിക്കും? എയിലാണോ ബിയിലാണോ? എയിലായിരിക്കും എന്ത് ബൾബ് തീവ്രതയോടെ അല്ലെങ്കിൽ നന്നായിട്ട് കത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കത്തുന്നുള്ളോ നിൽക്കട്ടെ. ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഈ രണ്ട് സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നു, ഓരോ ബൾബുകൾ റിമൂവ് ചെയ്യും. അതായത് ഫസ്റ്റ് സർക്യൂട്ടിൽ നിന്ന് ഒരു ബൾബ് ഞാൻ എടുത്തു, സെക്കൻഡ് സർക്യൂട്ടിൽ നിന്ന് ഒരു ബൾബ് എടുത്തു, ഒന്നാമത്തെ സർക്യൂട്ടിൽ നിന്ന് ഒരു ബൾബിനെ മാറ്റുന്നു, രണ്ടാമത്തെ സർക്യൂട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഓരോ ബൾബിനെ മാറ്റുന്നു. ഇനിയും പറയൂ, ഏറ്റവും ഏത് സർക്യൂട്ടിൽ ഓരോ സർക്യൂട്ടിലും ഉണ്ടാകുന്ന മാറ്റം ഇതായിരിക്കും. ഫസ്റ്റ് സർക്യൂട്ട് നോക്കാൻ, അത് ഒന്നാമത്തെ സർക്യൂട്ടിൽ എന്ത് ചെയ്തു, രണ്ട് ബൾബുകൾ ഒരു ബൾബ് ഞാൻ റിമൂവ് ചെയ്തല്ലേ മാറ്റിയെങ്കിൽ ഇതിൽ എന്ത് സംഭവിക്കും? ചിത്രം ഒന്നിലെ ബൾബ്, ഇത് ഈ ഒരു ബൾബ് ഊരി മാറ്റി, അപ്പൊ ഈ ബൾബ് പ്രകാശിക്കുകയില്ലയോ? പ്രകാശിക്കും. എന്നാൽ ഇതിലെ ഞാൻ ഒന്നെടുത്ത് മാറ്റി, ഇത് പ്രകാശിക്കുവോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കാം കത്തത്? കാരണം എന്താണ്? സർക്യൂട്ടിലുള്ള ഇതിന്റെ കുറവ് കൊണ്ടായിരിക്കാം. അതായത് പ്രകാശ തീവ്രത അല്ലെങ്കിൽ ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു, എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്ന സർക്യൂട്ടാണ് നന്നായിട്ട് പ്രകാശിക്കുന്നതെന്ന്. ബിയെക്കാളും ഏതാണ്? എ ആണ് നന്നായിട്ട് പ്രകാശിക്കുന്നത്. എയിൽ നിന്നൊരു ബൾബ് ഊരി മാറ്റിയപ്പോൾ എന്ത് ചെയ്യുന്നു, എ പ്രകാശിക്കുന്നുണ്ട്, പക്ഷെ ബി എന്ത് ചെയ്യുന്നില്ല, പ്രകാശിക്കുന്നില്ല. കാരണം എന്താണ്? അവിടുത്തെ മെയിൻ ഫാക്ടർ ആരാണ്? റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ പ്രതിരോധവുമാണ്. പ്രതിരോധത്തിന്റെ കുറവ് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്ത്? സർക്യൂട്ട് എയിലെ ബൾബ് കൂടുതൽ പ്രകാശത്തോടെ കത്താനുള്ള കാരണം എന്താണ്? അവിടെ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ടാണ്. കാര്യം മനസ്സിലായോ? നമ്മൾ രണ്ട് ഫിഗർ എടുത്തു. ആദ്യത്തെ ഫിഗറിൽ എന്തായിരുന്നു? രണ്ട് ബൾബുകളുണ്ട്, 3 വോൾട്ടും 2 ബൾബ്, 3 വാട്ടിന് 2 ബൾബുകൾ, B1 B2 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ആണ്, ഒരു സ്വിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു. സെക്കൻഡ് ഫിഗർ ഇത് തന്നെയാണ്, സെയിം ബോർഡിലുള്ള 2 ബൾബുകൾ, B1 B2 6 വോൾട്ടുമായിട്ട് കണക്ട് ആണ്. രണ്ട് ഫിഗർ ബൾബ് നന്നായിട്ട് പ്രകാശിച്ചത് എയിലായിരുന്നു. ബിയേക്കാൾ എ ആണ് ഏറ്റവും നന്നായിട്ട് പ്രകാശിച്ചത്. ഞാൻ എന്ത് ചെയ്തു, രണ്ടിന്നും ഓരോ ബൾബുകൾ ഊരി മാറ്റിയപ്പോ എന്ത് ചെയ്തു, എ മാത്രം പ്രകാശിച്ചു, ബി എന്ത് ചെയ്തില്ല, പ്രകാശിക്കുന്നില്ല. എന്തായിരുന്നു എ നന്നായിട്ട് പ്രകാശിക്കാനുള്ള കാരണം? അവിടെ എന്തായിരുന്നു, അവിടെ റെസിസ്റ്റൻസ് കുറവായതിനാലാണ് എയിലെ ബൾബ് നന്നായിട്ട് പ്രകാശിച്ചത്. കാര്യം മനസ്സിലായോ? അവിടെ 3 വോൾട്ട് രണ്ടെണ്ണം ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതിന്റെ എയിലെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കുറവായതുകൊണ്ടാണ് അത് വേഗത്തില് പ്രകാശിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ എങ്ങനെയൊക്കെ ക്രമീകരിക്കുക എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ സർക്യൂട്ടിൽ എങ്ങനെയാണ് പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ്. ശരിയല്ലേ? ഇതൊരു റെസിസ്റ്റൻസ്, R1 റെസിസ്റ്റൻസ്, R2 റെസിസ്റ്റൻസ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അതായത് ഇവിടെ സർക്യൂട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രതിരോധത്തെ മറ്റൊരു പ്രതിരോധമായിട്ട് കണക്ട് ചെയ്തേക്കാൾ ഒന്നിനൊന്നോട് എന്ത് ചെയ്യുന്നു, തുടർച്ചയായി കണക്ട് ചെയ്ത്. ഇതിനെ പറയുന്ന പേരാണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ. എന്താണ്? സർക്യൂട്ടിലെ പ്രതിരോധങ്ങൾ എങ്ങനെയാണ് ഒന്നിനോട് യോജിപ്പിച്ച് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ ഒന്നിനൊന്നോട് കൂട്ടിച്ചേർത്ത് തുടർച്ചയായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒറ്റ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെ പറഞ്ഞ പേരാണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ. ഇതാണ് ശ്രേണി രീതി അല്ലെങ്കിൽ എന്താണ് സീരീസ് കണക്ഷൻ. എന്താണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ? നോക്കി ഇവിടെ എങ്ങനെയാണ്, രണ്ട് റെസിസ്റ്റൻസ് ഒന്നിനോട് തുടർച്ചയായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അവയെ പറയുന്ന പേരാണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. എന്താണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്?
ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സബല പ്രതിരോധം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സബല പ്രതിരോധം, അതായത് ഒരു റെസിസ്റ്റൻസില് എന്താണ്, അതായത് ഒരു റെസിസ്റ്റൻസ് അതായത് ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ സർക്യൂട്ട് അതിൽ പെടുന്ന ടോട്ടൽ റെസിസ്റ്റൻസിനാണ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ്, അതായത് നമ്മളുടെ ഈ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസിനാണ് എന്തെന്ന് പറയുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയുന്നത്. അതായത് ഈ പറയുന്ന സർക്യൂട്ടിലെ ആകെ പ്രതിരോധത്തെ പറയുന്ന പേരാണെന്ത്, സബല പ്രതിരോധം എന്ന്. അതായത് ഈ സർക്യൂട്ടിലെ ആകെ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. എപ്പോഴും ശ്രേണി രീതിയിൽ എന്തായിരിക്കും, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എപ്പോഴും ശ്രേണി രീതിയിൽ എങ്ങനെയായിരിക്കും, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സബല പ്രതിരോധം എന്ത് ചെയ്യുന്നു, കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഏത് ശ്രേണി രീതിയിൽ എപ്പോഴും എങ്ങനെയായിരിക്കും, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെന്ന് നോക്കിയേ, ഈ പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുകയാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുകയാണെങ്കിൽ അങ്ങനെ വരും. ഇവിടെ R1 R2 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, V1 V2 രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. P1 P2 രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് എങ്ങനെ വരും, ആകെ വോൾട്ടേജ് V V1 V2 തന്നെ വരത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഈ റെസിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്തു, രണ്ട് വോൾട്ടേജ് കൊടുക്കുക, V1 V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ്. തുടർച്ചയായിട്ട് ഒന്നായിട്ട് കുഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്തു, ഈ സമയത്ത് വരുന്നു V1 + V2 അല്ലെങ്കിൽ V1 + V2. നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കും, ഇവിടുത്തെ കറണ്ട് എങ്ങനെയായിരിക്കും, റെസിസ്റ്റൻസ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. അതാണ് അയാളുടെ പ്രത്യേകത. ശ്രേണി രീതിയിൽ എങ്ങനെയായിരിക്കും, കറണ്ട് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. എല്ലാ പ്രതിരോധങ്ങളിലും എങ്ങനെയായിരിക്കും, ഒരേപോലെ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, V ഓംസിന് എന്താണ്, V IR എന്നല്ലേ. ഇക്വേഷൻ എങ്ങനെ വരും, V അങ്ങനെ വരും, IR1 എന്നല്ലേ വരുന്നേ. V ഇവിടുത്തെ കേസ് V1 ആയിരുന്നു. V1 IR1, V2 IR2. മനസ്സിലായോ? അതായത് ഓംസിനനുസരിച്ച് എന്താണ്, V IR നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ V1 എടുക്കുമ്പോൾ എന്ത് വരും, IR1 എന്നും V2 എടുക്കുമ്പോൾ IR2 എന്ന് വരും. ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ വരും. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഓംസിനനുസരിച്ച് I × R എന്നാണ്. അങ്ങനെയാണ് കമ്പാരിസൺ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതുകൊണ്ടാണ് ഇവിടെ സബല പ്രതിരോധം എന്ത് ചെയ്തു, കൂടി വരുന്നത്. അങ്ങനെയാണ് നമുക്ക് IR1 മാത്രം ഒരു കേസ് സൈഡിലേക്ക് മാറ്റിയെടുക്കുക. അപ്പൊ എങ്ങനെ വരും, അതായത് IR1 അതായത് നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചു. അതായത് വോൾട്ടേജ് V1 + V2 എന്നാണ്. V ഇൻഡിക്കേഷൻ ഓംസിനനുസരിച്ച് എന്താണ്, IR എന്നാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, V1 IR1, V2 IR2. അങ്ങനെ IR-നെ മാത്രമായിട്ട് കേസ് എടുക്കണമെങ്കിൽ വരും. അതായത് IR IR1 + IR2. ശരിയല്ലേ? V1 IR1, V2 IR2. അങ്ങനെയാണ് IR IR1 + IR2. നമ്മൾ ഓൾറെഡി പഠിച്ചു VR അല്ലേ. അപ്പൊ IR IR1 + IR2. മനസ്സിലായോ? ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IR-ലേക്ക് കൺവേർട്ട് ചെയ്തേക്കുന്നത്. V IR. അപ്പൊ IR IR1 + IR2. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്, കോമൺ ആയിട്ട് ഇരിക്കുമ്പോൾ എന്ത് വരും, I × R1 + R2. ശരിയല്ലേ? I × R1 + R2. ആര്, IR അങ്ങനെയാണ് നമുക്ക് രണ്ടിടത്തും കോമൺ ആയാണ് നമ്മൾ എന്ത് ചെയ്യാം, ആറിന്റെ വാല്യൂ റെസിസ്റ്റൻസിന്റെ കാര്യം നമ്മൾ I എല്ലായിടത്തും എങ്ങനെയാണ് ഇക്വലാണെന്ന് പറയുമ്പോൾ R എന്ന് വരും. R R1 + R2. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു, അതായത് സീരീസ് കണക്ഷൻ ഉള്ളതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് എങ്ങനെയാണ്, R R1 + R2. കാര്യം മനസ്സിലായോ? R R1 + R2. നമുക്ക് ഒന്നുകൂടെ പറയാം. ശ്രേണി രീതിയിൽ സീരീസ് കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്താണ്, പ്രതിരോധങ്ങളുടെ ഒന്നിനൊന്നും തുടർച്ചയായി ബന്ധിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്, ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ. റെസിസ്റ്റൻസിനെ ഒന്നിനും മടങ്ങായിട്ട് ഒന്നിനോട് വീണ്ടും ജോയിൻ വരുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇവിടുത്തെ സബല പ്രതിരോധം എന്ന് വെച്ചാൽ എന്താണ്, ഈ റെസിസ്റ്റൻസിന്റെ ഈ സർക്യൂട്ടിലെ ആകെ റെസിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബല പ്രതിരോധം അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയാം. ഇവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, ശ്രേണി രീതിയിൽ കൂടുതലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരുന്നു, V V1 + V2 എന്ന് വരും. കാരണം എന്താണ്, അവിടെ വോൾട്ടേജ് വിഭജിച്ചു പോവുകയാണ്. കാരണം എന്താ, സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു, മാറി ഇവയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനിടയിൽ മുറിഞ്ഞു പോകും ഈ വോൾട്ടേജിനനുസരിച്ച്. അപ്പൊ എന്ത് ചെയ്തു, V V1 + V2 എന്നാണ് ഓൾറെഡി പഠിച്ചിട്ട്. എന്താണ്, ഓംസിനനുസരിച്ച് V IR എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം, V1 V2 രണ്ടിനും വാല്യൂ എടുക്കാം. V1 IR1, V2 IR2. ഇവിടെ നോക്കി V V1 + V2. അപ്പൊ നമ്മൾ ഈ മൂന്ന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരും IR IR1 + IR2. കോമൺ ആയിട്ട് എന്താണുള്ളത്, I ആണ്. അപ്പൊ IR I × R1 + R2. കറണ്ട് എല്ലാവർക്കും ഒരേപോലെ R
R1 plus R2. ഇതാണ് എന്താ സ്റ്റഡി ചെയ്തിട്ടുള്ള സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ സീരീസ് കണക്ട് സർക്യൂട്ടിലെ എന്താ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ I is equal to R1 plus R2. ഇനി I is equal to R1 plus R is equal to R1 plus R2 എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ അതായത് സ്മോൾ ലെറ്റർ R റെസിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്ത് ചെയ്യുന്നു? സ്മോൾ ലെറ്റർ R റെസിസ്റ്റൻസ് ഉള്ള അതായത് സ്മോൾ ലെറ്റർ R റെസിസ്റ്റർ അല്ലെങ്കിൽ R പ്രതിരോധമുള്ള റെസിസ്റ്റൻസിന് ഉപയോഗിക്കുകയാണ്. മനസ്സിലായോ? അതായത് R റെസിസ്റ്റൻസ് അതായത് ഇവിടുത്തെ പ്രതിരോധം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കി, ഇവിടെ നമ്മൾ എടുക്കുന്ന റെസിസ്റ്റൻസിന്റെ ഇവിടെ എടുക്കുന്ന റെസിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെങ്കിൽ കാര്യം മനസ്സിലായോ? അതായത് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണ്. ഞാൻ എടുക്കുന്ന ഒരു 6 ഓം ഉള്ള റെസിസ്റ്റൻസിന് എടുക്കുകയാണ്. എന്താണ് 6 ഓം ഉള്ള റെസിസ്റ്റൻസ്? അതിലെ N റെസിസ്റ്റേഴ്സ് എനിക്ക് കണക്ട് ചെയ്യണം. എത്ര റെസിസ്റ്റേഴ്സാ? N റെസിസ്റ്റേഴ്സ്. അതായത് 6 ഓം ആണ് എന്ത് അവയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 6 ഓം ഉള്ള റെസിസ്റ്റൻസിനെ N എണ്ണം നമുക്ക് കണക്ട് ചെയ്യണം. നമ്പർ ഓഫ് റെസിസ്റ്റൻസ് എത്ര വേണമല്ലോ. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ N എന്ന് എടുക്കുവാണെങ്കിൽ അവയുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 6 ഓം റെസിസ്റ്റൻസ് ഉള്ള അല്ലെങ്കിൽ 6 ഓം പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് N എണ്ണം അവിടെ കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് N എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ റെസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കും? എങ്ങനെ ഏത് രീതിയിൽ കണക്ട് ചെയ്താൽ കണക്റ്റഡ് എങ്ങനെ? ഒന്നുകിൽ സീരീസിൽ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നുകിൽ ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസിലായിട്ട്. അതായത് 6 ഓം റെസിസ്റ്റൻസ് ഉള്ള N പ്രതിരോധങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നു? സീരീസിൽ കണക്ട് ചെയ്യുവാണല്ലോ. അവിടെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു N into R എന്നായിരിക്കും വരുന്നത്. മനസ്സിലായോ? ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു N into R. മനസ്സിലായോ? അതായത് 6 ഓം പ്രതിരോധമുള്ള 6 ഓം പ്രതിരോധം അല്ലെ 6 ഓം റെസിസ്റ്റൻസ് ഉള്ള 6 ഓം റെസിസ്റ്റൻസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? N എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് റെസിസ്റ്റർ N എണ്ണം ആണെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? R ഈസ് ഈക്വൽ ടു N into R എന്നാണ്. അതായത് N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, എത്ര വേണേലും ആവാം. പക്ഷെ അവിടെ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു N into R എന്നായിരിക്കും. രണ്ടാമത്തെ കേസ് നോക്കി, ഇവിടെ നമ്മൾ എടുക്കുന്നു I ആണ് ഇവിടുത്തെ കറണ്ട്. I1 I2 രണ്ടായിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. നോക്കി, ഇതിനെ പറഞ്ഞ പേരാണിത് സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ. എന്താണ് സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ? സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഈ സർക്യൂട്ടിൽ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇല്ലയോ? ഒന്നൊന്നിന് പാരലലായിട്ട് അല്ലേ വന്നിരിക്കുന്നത്? പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന മൂലം എന്ത് ചെയ്യുന്നു? ഓരോ അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന മൂലം നമ്മുടെ കറണ്ട് എന്ത് ചെയ്യുന്നു? ഓരോ സർക്യൂട്ടിലെ ഓരോ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രാഞ്ച് ഒരു ബ്രാഞ്ച് I1 I2 രണ്ടായിട്ട് വിഭജിച്ചില്ലേ? അതായത് ഓരോ ബ്രാഞ്ചിലേക്കും പോകുന്നത് എങ്ങനെയായിരിക്കും? വിഭജിച്ചായിരിക്കും അല്ലെങ്കിൽ രണ്ടായിട്ട് മാറി മാറിയായിരിക്കും പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ഇവയുടെ സബല പ്രതിരോധം എങ്ങനെയായിരിക്കും? കുറച്ച് കുറവായിരിക്കും. മുമ്പത്തെ കേസിൽ സീരീസ് കണക്ഷൻ എങ്ങനെയായിരുന്നു? സബല പ്രതിരോധം അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? സബല പ്രതിരോധം എന്ത് ചെയ്യുന്നു? കുറയുന്നു. മനസ്സിലായോ? ഇവിടെ എങ്ങനെയായിരിക്കും? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സബല പ്രതിരോധം കുറയുകയാണ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? അതായത് ഈ ഇവരെ നമ്മൾ സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ഓരോ സൈഡിലും വിഭജിച്ചാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സബല പ്രതിരോധം എന്ത് ചെയ്യുന്നു? കുറയുന്നു. സബല പ്രതിരോധം വെച്ചാൽ എന്തുവാ? ഒരു സർക്യൂട്ടിലെ ആകെ റെസിസ്റ്റൻസിനാണ് നമ്മളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലെ ആകെ പ്രതിരോധമാണ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സബല പ്രതിരോധമാണ്. ഈ കേസിൽ എങ്ങനെയായിരിക്കും? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സബല പ്രതിരോധം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അങ്ങനെയാണെന്ന് നോക്കി, ഇവിടുത്തെ കേസിൽ I എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? I is equal to I1 plus I2 എന്നാണ്. എങ്ങനെയാണ്? I is equal to I1 plus I2 എന്നാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഓം നിയമം അനുസരിച്ച് I എന്താണ്? I is equal to V by R. ശരിയല്ലയോ? I is equal to V by R എന്നാണ്. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ വരും? എങ്ങനെ വരും? I is equal to V by R ആണെങ്കിൽ V by R is equal to എന്ത് വരും? V by R1 plus V by R2. ശരിയല്ലയോ? I is equal to V by R ആണ്. ഇക്വേഷൻ എങ്ങനെ വരും? V by R is equal to V by R1 plus V by R2. നോക്കി, ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് എന്താണ്? V നമുക്ക് വെളിയിലെടുക്കാം. എങ്ങനെ വരും? V into 1 by R1 plus
1/R2. ശരിയല്ലേ? V into 1/R1 plus 1/R2. വോൾട്ടേജിന്റെ കേസ് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടുത്തെ ഓരോ സർക്യൂട്ടിന്റെ ഇതിൽ കൃത്യമായിട്ട് കറണ്ട് ഒരേപോലെ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? വി എ നമ്മൾ കോമൺ ഡിഫറൻസ് വെള്ളി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? 1/R is equal to 1/R1 plus 1/R2. ശരിയല്ലയോ? Therefore R is equal to എങ്ങനെ വരും? R1 into R2 divided by R1 plus R2. ഇതാണ് അങ്ങനെ ഒരു പാരലൽ കണക്ഷനിൽ അല്ലെങ്കിൽ സമാന്തര രീതിയിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ I എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? I1 plus I2 എന്നാണ്. നമുക്കറിയാം ഓം നിയമം അനുസരിച്ച് I എന്താണ്? V/R എന്നാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? V/R is equal to V/R1 plus V/R2. അങ്ങനെയാണെങ്കിൽ ഈ കോമൺ ആയിട്ട് എടുക്കുന്നത് 1/R1 plus 1/R2. Then 1/R is equal to 1/R1 plus 1/R2. നമ്മൾ എന്ത് ചെയ്തു? Therefore R ന്റെ ആൻസർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു? R is equal to R1 into R2 divided by R1 plus R2. ഓക്കെ, മുമ്പത്തെ കേസ് ഞാൻ പറഞ്ഞു സമാന്തര പാരലൽ സീരീസ് കണക്ഷൻ ഞാൻ പറഞ്ഞു R റെസിസ്റ്റൻസ് അല്ലേ. മുമ്പ് ഞാൻ അതേ പറഞ്ഞത് സെയിം പ്രോസസ് ഇവിടെ പറയുകയാണ്. അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? R റെസിസ്റ്റൻസ് ഉള്ള N പ്രതിരോധങ്ങൾ. എന്താണ്? R റെസിസ്റ്റൻസ് ഉള്ള N പ്രതിരോധങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് റെസിസ്റ്റർ ആണ്. എന്താണ്? നമ്പർ ഓഫ് റെസിസ്റ്റർ, അതായത് പ്രതിരോധങ്ങളുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. പ്രതിരോധങ്ങൾ എടുക്കുക. ഇത് പറഞ്ഞു വെച്ചാൽ പ്രതിരോധം. അപ്പൊ R പ്രതിരോധവുമുള്ള N റെസിസ്റ്റൻസിനെ ഞാൻ എന്ത് ചെയ്തു? പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ വാല്യൂ എങ്ങനെയായിരിക്കും? R is equal to എങ്ങനെയായിരിക്കും? R/N ആയിരിക്കും. മനസ്സിലായോ? R is equal to R/R. എന്ന് വെച്ചാൽ എന്താണ്? തരുന്ന റെസിസ്റ്റൻസ് എത്ര ഓം ആണോ അത്രയോ. ഇവിടെ സ്മോൾ ലെറ്റർ R ആണ്. സ്മോൾ ലെറ്റർ R ഡിവൈഡ് ബൈ എന്താണ്? N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ. കാര്യം മനസ്സിലായോ? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ. ഓക്കെ, മനസ്സിലായ? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരലൽ കണക്ഷനും സീരീസ് കണക്ഷൻ എന്ത് ചെയ്യാം? കമ്പാരിസൺ നടത്താം. എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞേ പാരലൽ കണക്ഷനും സീരീസ് കണക്ഷൻ കമ്പാരിസൺ നടത്തുവാണെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പാരലൽ കണക്ഷൻ എങ്ങനെയായിരിക്കും? സീരീസ് കണക്ഷനിൽ ആദ്യം സീരീസ് കണക്ഷൻ തുടങ്ങാം. സീരീസ് കണക്ഷനിൽ എന്തായിരിക്കും? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതൽ സീരീസ് കണക്ഷനിലായിരിക്കും. പാരലൽ എങ്ങനെയായിരിക്കും? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ ശ്രേണി രീതിയിൽ എന്താണ്? സബല പ്രതിരോധം കൂടുതലാണ്. പാരലൽ കണക്ഷൻ എങ്ങനെയായിരിക്കും? സബല പ്രതിരോധം കുറവായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ശ്രേണി രീതിയിലാണെങ്കിൽ എന്തായിരിക്കും? എല്ലാ പ്രതിരോധങ്ങളിലും ഒഴുകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയല്ലയോ? കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്നാൽ സമാന്തര രീതിയിൽ അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എങ്ങനെയായിരിക്കും? ഓരോ പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ശരിയല്ലയോ? ഇത് ഓരോന്നും നമ്മുടെ ആയില്ലേ. അപ്പോൾ എന്ത് ചെയ്തു? പാരലൽ കണക്ഷൻ സമാന്തര രീതിയിൽ എങ്ങനെയായിരിക്കും? ഓരോ പ്രതിരോധത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും. ശരിയല്ലേ? തേർഡ് പോയിന്റ് നോക്കിയേ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അതായത് സീരീസ് കണക്ഷനിലാണെങ്കിൽ നമ്മൾ ഇതിൽ ഫോർ എക്സാമ്പിൾ പാരലൽ കണക്ഷൻ നടക്കാം. പാരലൽ കണക്ഷനിലെ വോൾട്ടേജ് എങ്ങനെയാണെന്നാ പറഞ്ഞത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണെന്നാ പറഞ്ഞത്? ഇവിടെ വരുന്ന പൊട്ടൻഷ്യത്തിന്റെ വ്യത്യാസം എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. എന്നാൽ സീരീസ് കണക്ഷൻ എങ്ങനെയായിരിക്കും? പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരേപോലെ ആയിരിക്കില്ല. ശരിയല്ലേ? ഇവിടെ സീരീസ് കണക്ഷനിൽ ശ്രേണി രീതിയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരേപോലെ ആയിരിക്കില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? സമാന്തര രീതിയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം സെയിം ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഇനി പാരലൽ കണക്ഷന്റെ പ്രത്യേകത അല്ലെ സമാന്തരത്തിൽ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു നോക്കിയേ. ഓരോ പ്രതിരോധം എന്ത് ചെയ്യുന്നു? ഓരോ സ്വിച്ച് ഉപയോഗിച്ച് ഓരോ പ്രതിരോധം അല്ലെ ഓരോ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യേകം സ്വിച്ച് വേണം. എന്താണ്? ഈ റെസിസ്റ്റൻസിനും ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? പ്രത്യേകം സ്വിച്ചുകൾ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അവയെ കണക്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ശ്രേണി രീതിയിൽ എങ്ങനെയായിരിക്കും? എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ എന്ത് ചെയ്യും? ഓരോ പ്രതിരോധയും പ്രത്യേകമായിട്ട് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ഡയറക്റ്റ് ഒന്നിനും തുടച്ചോടൊന്നായിട്ട് പോയില്ല. പ്രത്യേകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഓരോ റെസിസ്റ്റൻസ് നമുക്ക് പ്രത്യേകം എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിഫറൻസസ് മനസ്സിലായോ? എന്തൊക്കെയായിരുന്നു ശ്രേണി രീതിയുടെ പ്രത്യേകത? സഫല പ്രതിരോധം അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എല്ലാ റെസിസ്റ്റൻസിനോട് കൂടുന്ന കറണ്ടിന്റെ അളവ് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ തുല്യമായിരിക്കും. പിന്നെന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. പിന്നെന്താണ്? ഓരോ പ്രതിരോധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ ഓരോ റെസിസ്റ്റൻസ് പ്രത്യേകമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. ഈ പാരലൽ കണക്ഷൻ നോക്കി, പാരലൽ കണക്ഷൻ എന്തായിരിക്കും? ഒന്നാമത്തെ പോയിന്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കുറവായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്?
അതിലൂടെ വരുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? അതായത് ഇതിലൂടെ കണ്ട കറണ്ട് വ്യത്യസ്തമായിരിക്കും. കാരണം നമുക്ക് അതറിയാൻ പറ്റും. ഓരോ പ്രതിരോധത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെയായിരിക്കും? എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? ഓരോ പ്രതിരോധത്തിലും ഓരോ റെസിസ്റ്റൻസ് നമുക്ക് പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 4 ohm 2 ohm ഉള്ള രണ്ട് റെസിസ്റ്റേഴ്സ്. എന്താണ്? 4 ohm 2 ohm ഉള്ള രണ്ട് റെസിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ 4 ohm 2 ohm ഉള്ള റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഏത് രീതിയിലാണ്? ശ്രേണി രീതി, അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ത് ചെയ്യുകയാണ്? ഇവയെ ഘടിപ്പിച്ചിരിക്കുകയാണ്. ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് രീതിയിൽ ഇവയെ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് എത്രയാണ്? 6 വോൾട്ട് ആണ്. നമുക്ക് ഇവിടെ കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? അവയുടെ റെസിസ്റ്റൻസ് അറിഞ്ഞാലേ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? R ഈക്വൽ ടു അല്ലെ R1 ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? 4 ohm, R2 ഈക്വൽ ടു 2 ohm. ശരിയാണ്. ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? R ഈക്വൽ ടു R1 പ്ലസ് R2. എങ്ങനെ വരും? 4 പ്ലസ് 2 സമം 6 ohm. ആറിന്റെ വാല്യൂ കിട്ടി, 6 എന്ന് കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? I എന്നാണ്. I കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? നമുക്ക് ആ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് I കണ്ടുപിടിക്കാം. എങ്ങനെ വരും? R ഈക്വൽ ടു എന്താണ്? V ഡിവൈഡഡ് ബൈ എന്താണ്? I എന്നാണ്. ഓക്കെ, ഇതിന് I കണ്ടുപിടിക്കും. I ഈക്വൽ ടു എന്ത് വരും? വിയുടെ വാല്യൂ എത്രയാണ്? 6. ആറിന്റെ വാല്യൂ എത്രയാണ്? 6. 6/6 ഈക്വൽ ടു 1 ആംപിയർ എന്ന് വരും. മനസ്സിലായോ? എങ്ങനെ വരും? അതായത് 4 ohm 2 ohm എന്നുള്ള രണ്ട് പ്രതിരോധങ്ങൾ, 4 ohm 2 എന്നുള്ള രണ്ട് റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഒന്നിനെ ശ്രേണി രീതിയിൽ, രണ്ടിനെയും ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അവയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? 6 വോൾട്ട് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയാണ് R ഈക്വൽ ടു R1 പ്ലസ് R2. ആദ്യത്തെ 4 ohm, R1 4 ohm എന്നും R2 2 ohm എന്ന് എടുത്തു. രണ്ടുടെ അടിയിൽ എത്ര വരുന്നു? 6 ohm എന്ന് വരും. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് R ഈക്വൽ ടു V/I. V എത്രയാണ്? 6 വോൾട്ട്. 6/6 എന്ന് പറയുമ്പോൾ 1 ആംപിയർ ആണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ? 12 ohm 4 ohm ഉള്ള രണ്ട് റെസിസ്റ്റൻസ്. എന്താണ്? 12 ohm 4 ohm ഉള്ള രണ്ട് പ്രതിരോധങ്ങളുടെ റെസിസ്റ്റൻസ്. അവ എന്ത് ചെയ്യുന്നു? പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ കണക്ഷൻ പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാലോ? ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലൽ കണക്ഷൻ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 12 വോൾട്ട് ആണ്. അങ്ങനെയാണ് അവിടുത്തെ കറണ്ട് എത്ര അല്ലെങ്കിൽ I എത്ര? നമുക്കറിയാലോ ഇക്വേഷൻ. R എത്രയാണ്? R ഈക്വൽ ടു R1 ഉണ്ട്, R2 ആണ്. R1 എത്രയാണ്? R2 എത്രയാണ്? R1 പറയുമ്പോൾ എത്ര വരും? R1 എന്ന് പറഞ്ഞാൽ 12 ആണ്, R2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇക്വേഷൻ എന്താണ്? R ഈക്വൽ ടു R1 into R2 divided by R1 plus R2. 12 into 4 divided by 12 plus 4. എങ്ങനെ വരും? 12 into 4 എത്രയാണ്? 48. 16/48. ആൻസർ എത്ര വരും? 3 എന്ന് വരും. 3 ohm. ആൻസർ എത്രയാണ്? 3 ohm. റെസിസ്റ്റൻസ് കിട്ടി നമുക്ക് എത്രയാണ്? 3 ohm. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് ആണ്. കറണ്ട് ഇൻഡിക്കേഷൻ എന്താണ്? I സമം V/R. ശരിയല്ലേ? I സമം അല്ല I ഈക്വൽ ടു V/R. V എത്രയാണ്? 12. R ന്റെ വാല്യൂ 3. 12/3 എത്ര വരും? 4 ആംപിയർ. മനസ്സിലായോ? ആൻസർ എത്ര വരും? 4 ആംപിയർ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. 2 ohm ഉള്ള 10 പ്രതിരോധങ്ങളെ സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ അവയുടെ സകല പ്രതിരോധം എത്രയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? 2 ohm ഉള്ള 10 പ്രതിരോധങ്ങളെ സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ അവയുടെ സകല പ്രതിരോധം എത്ര? അതായത് 2 ohm ഉള്ള 10 റെസിസ്റ്റൻസ് നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എങ്ങനെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും? എങ്ങനെയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? പാരലലായിട്ടാണ് പറയുന്നത്. പാരലൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? R ഈക്വൽ ടു
R is equal to എങ്ങനെ വരും? N by R എന്നാണ് പറയുന്നത്. എന്താണ്? അല്ലെങ്കിൽ സോറി, R is equal to R by N എന്നാണ് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ ഓൾറെഡി പഠിച്ചു. R എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഓം ആണുള്ളത്? 2 ഓം. ശരിയല്ലയോ? എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? നമ്പർ ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ്? 10. എന്ത് വരും? 2/10 എന്ന് വരും. മനസ്സിലായോ? എങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാ? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ. എങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാ? പാരലൽ കണക്ഷൻ ആണെങ്കിൽ R is equal to R by N എന്ന്. അപ്പൊ 2/10 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും? ആൻസർ എത്ര വരും? 0.2 ഓം എന്ന് വരും. ശരിയല്ലേ? ഇത് നോക്കി, ഇതിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എങ്ങനെ വന്നേരും? സീരീസ് ആയിട്ടാണ് അല്ലെങ്കിൽ ശ്രേണി രീതിയിലാണെങ്കിൽ എങ്ങനെ വന്നേനെ ആൻസർ? ശ്രേണി രീതിയിലാണെങ്കിൽ ആൻസർ എങ്ങനെ വരുന്നത്? എന്താണ്? R is equal to എങ്ങനെയാണ് വരുന്നത്? R is equal to NR എന്നല്ലേ? N into R എന്നല്ലേ? ഇവിടുത്തെ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്. R ന്റെ വാല്യൂ 2. ഇപ്പൊ എത്ര ഓം വന്നേന്? 20 ഓം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 ഓം ഉള്ള 10 പ്രതിരോധങ്ങളെ സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ അവയുടെ സബല പ്രതിരോധം അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താനാണ് പറയുന്നത്. 2 ഓം ഉള്ള 10 റെസിസ്റ്റൻസിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. എന്താണ്? പാരലൽ കണക്ഷൻ ആകുമ്പോൾ R is equal to R by N ആണ്. സമാന്തരം ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? R is equal to R by N എന്നാണ്. R എന്ന് പറഞ്ഞാൽ 2 ഓം ആണ്. N എന്ന് പറഞ്ഞാൽ 10 പ്രതിരോധങ്ങളെ 10/10 0.2 കിട്ടി. സീരീസ് കണക്കിലെ ശ്രേണി രീതിയിലാകുമ്പോൾ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഇവിടെ ഇക്വേഷൻ എങ്ങനെ വരും? R is equal to NR എന്നാണ്. N എന്ന് പറഞ്ഞാൽ 10 ആണ്, R 2 ആണ്. അന്നത്തെ ഒരു 20 ഓം വരും. മനസ്സിലായോ? ശ്രേണി രീതിയിലും സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ ഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത മനസ്സിലായോ? പാരലൽ കണക്ഷനിലും സീരീസ് കണക്ഷനിലും റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകത മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെയാണ് സർക്യൂട്ടിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നത്? പ്രതിരോധങ്ങളെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലായിരുന്നു? ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും. അതായത് സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും. സീരീസ് കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? തുടർച്ചയായിട്ടായിരിക്കും, ഒന്നിനൊന്നായിട്ടായിരിക്കും സീരീസ് കണക്ഷനിലെ ശ്രേണി രീതി പോകുന്നത്. അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേഷൻ എന്താണ്? R is equal to സബ്സ്ക്രിപ്റ്റിന്റെ കണ്ടുപിടിക്കേഷൻ എന്താണ്? R is equal to R1 plus R2 എന്നായിരിക്കും. അവിടെ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. രണ്ടാമതാണ് പഠിച്ചത് പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ സമാന്തര രീതി. സമാന്തര രീതിയിലെ പ്രത്യേകത എന്താണ്? അവ ഒന്നിൽ തുടർച്ചയായിട്ടല്ല, അവയുടെ പ്രത്യേകത എന്തായിരുന്നു? വിഘടിച്ചായിരിക്കും പോകുന്നത്. സീരീസ് പാരലൽ കണക്ഷൻ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. അവിടുത്തെ ഇക്വേഷൻ എന്താണ്? R is equal to R1 into R2 divided by R1 plus R2 എന്നാണ്. ഇന്ന് നോക്കി, ഇവയുടെ റെസിസ്റ്റൻസ് നമ്മൾ പാരലൽ കണക്ഷനിൽ പ്രത്യേകത ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അത് മാത്രമല്ല, നോക്കി 2 കേസിലുണ്ട്. പാരലൽ കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസിന്റെ എണ്ണം മാറ്റി തരുവാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? പാരലൽ ആണെങ്കിൽ R by N, ശ്രേണി ആണെങ്കിൽ N into R ആയിരിക്കും. So thank you.